ആക്ച്വലി എനിക്ക് ചെറുതായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അത് പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ടേ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആയിരിക്കും. ഇത് ഞാൻ ഒരാളെ പിക്ക് ചെയ്യാൻ പോവുകയാണ് എയർപോർട്ടിൽ. ഇപ്പോൾ ടൈം ഒരു 4:50 കാണും. സോ മൂക്കിയിരിക്കുന്നത് ജലദോഷം കൊണ്ടാണ് ഗൈസ്. സോ യാ, ഞാൻ തന്നെ എൻ്റെ കൈ കൊണ്ടുണ്ടാക്കിയ ബൊക്കെ. സൗണ്ട് എത്ര കേൾക്കുന്നെന്നുള്ളത് എനിക്കറിയില്ല. സോ വൺസ് അഗെയിൻ വെൽക്കം. എന്നെ അനന്തുൻ്റെ അച്ഛനും അനിയനും കൂടി പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനിടയ്ക്കുള്ള ക്ലിപ്സൊക്കെ എടുക്കാൻ മറന്നുപോയി. ഇത് നമ്മൾ എയർപോർട്ടിൻ്റെ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. സത്യം പറഞ്ഞാൽ ആൾ വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം എടുത്ത ക്ലിപ്പായിരുന്നു അത്. പക്ഷെ ഒരു ട്വിസ്റ്റ് എന്ന് വെച്ചാൽ ഞാൻ ആൾ വരുന്നത് എടുക്കാൻ മറന്നുപോയി. ഗായ്സ്, അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ പോയിട്ട് പൂ കൊടുത്തു, പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റില്ല. അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങണം എന്നുള്ളത് കൊണ്ട് ചെന്നപ്പോൾ തന്നെ ആളവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ എടുക്കാനും പറ്റിയിട്ടില്ല. പെട്ടെന്ന് കയറി നമ്മളിങ്ങ് വരികയും ചെയ്ത്. പിന്നെ ഓൾറെഡി വെട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. സോ നമുക്ക് ഉച്ചയ്ക്ക് അവനെ പിക്ക് ചെയ്യാൻ വരും. അപ്പം കാണാം. ഹലോ, അപ്പോൾ നമ്മൾ നേരത്തെ എൻഡ് ചെയ്തത് വീട്ടിൽ വന്നതിന് ശേഷമാണ്. അതിനുശേഷം ഞാൻ ഇവിടെ ഓഫീസിൽ വന്നിട്ടുണ്ടായിരുന്നു. ആക്ച്വലി എനിക്ക് ചെറുതായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അത് പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ടേ. കാരണം ഇത്രയും നാളും നമ്മൾ കാണാതിരുന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ ജസ്റ്റ് കണ്ടിട്ടങ്ങ് പോയില്ലേ. അപ്പോൾ പിക്ക് ചെയ്യാൻ പറഞ്ഞിരുന്ന ടൈം എന്ന് പറയുമ്പോൾ 3 മണിയായിരുന്നു. 3 മണി ആയില്ല എന്നുള്ളൊരു ഇത് എന്നുവെച്ചാൽ എൻ്റെ ടൈം പോവാത്തെന്നുള്ള. സാധാരണ പെട്ടെന്ന് സമയം ടപ്പനങ്ങ് പോകും. ഇത് സമയവും പോകുന്നില്ല. അങ്ങനെ സോ ഗൈസ്, നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. 3 മണി കഴിഞ്ഞു. 3 മണിക്ക് വരാമെന്ന് പറഞ്ഞ ആളിനെ ഇതുവരെയും കണ്ടില്ല. സോ 3:30 ഇറങ്ങും. ജലദോഷം ഇതുവരെ തീർന്നില്ല. തുമ്മി അതിൻ്റെ അടപ്പിടവി. പക്ഷെ കൊള്ളാം, ഒരു സന്തോഷവും ഉണ്ട്. ഇത് എവിടെ നോക്കണമെന്നാണ് സത്യത്തിലൊക്കെ. ഇവിടെയാണോ നോക്കേണ്ടത്, അത് ഇതിൽ നോക്കിയാണോ സംസാരിക്കേണ്ടത് അറിയത്തില്ല. ഇങ്ങനെ തെറ്റുകുറ്റങ്ങളൊക്കെ കാണും. പക്ഷെ നിങ്ങൾ ക്ഷമിച്ച് തരേണ്ട ഫസ്റ്റ് വീഡിയോ ആണ്. സോ ക്ഷമിക്ക്. നെക്സ്റ്റ് വീഡിയോ എടുക്കുമ്പോൾ ശരിയാക്കാം. ഞാൻ ഇത് ഒരു മെമ്മറി ആയിട്ട് സൂക്ഷിക്കണം എന്നുള്ളത് കൊണ്ട് ജസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ തവണത്തത് ഇപ്പോൾ എനിക്ക് സ്റ്റിൽ ആ ഒരു ഇതിലാണ് ഞാൻ നിൽക്കുന്നത്. അന്ന് വന്നത്, അന്ന് കണ്ടത് ഒക്കെ ഉള്ളൊരിത്. പക്ഷെ ഞാൻ വിചാരിച്ചു ഇതൊന്ന് ഡോക്യുമെൻ്റ് ചെയ്യാം. ഇനി അടുത്ത വർഷം മേ ബി നമ്മൾ കൂടെ എടുത്ത് വെച്ച് കാണാം. അങ്ങനെയൊക്കെ ജസ്റ്റ് ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്. സോ വരാറായത് പറഞ്ഞു, ഇതുവരെ കണ്ടില്ല. എനിക്ക് ബൊക്കെ കൊടുക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ആൾ പാവം ബൊക്കെയൊക്കെ കൊണ്ടായിരുന്നു എന്ന് വന്നത്. എന്നിട്ട് വന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ആക്ടിങ് ആണോ ചോദിച്ചാൽ ആക്ടിങ് അല്ല, റിയൽ ആയിട്ടുള്ളതാണ്. ആ സമയത്ത് അച്ഛനെ കൊള്ളാണ്ട് ആൾക്ക് റിയാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. അതിവിടെ തീർത്തിട്ടുണ്ട്. എനിക്ക് അതിനുശേഷം ക്ലിപ്സോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. നമ്മൾ കഴിക്കാമെന്നും പറഞ്ഞ് ഇറങ്ങി ഒരു തട്ടുകടയിൽ എത്തിയിട്ടുണ്ട്. ആ സമയത്ത് മാമ നല്ല ചൂട് ദോശക്കോരി വയ്ക്കുന്നുണ്ടായിരുന്നു. സത്യം ഇതൊക്കെ എൻ്റെ ഡ്രീമായിരുന്നു. ഇവിടെ ഒരു തട്ടുകടയിൽ ദോശ കഴിക്കാൻ വന്നതാണ്. ആക്ച്വലി നമ്മൾ ഷവായി കഴിക്കാമെന്നും പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടതാണ്. പക്ഷേ നമ്മൾ ഈ വഴിയിൽ ഈ കട കണ്ടപ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്ത് ഒരു 3 ദോശ 2 പേർ കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ പിന്നെ നടന്നൊരു ചരിത്രം.
ഇതെൻ്റെ ഫേവറേറ്റ് പാർട്ടാണ്. എനിക്ക് ഓംലെറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ പണ്ടൊക്കെ വിചാരിച്ചിട്ടുണ്ട് ഇതുപോലെ തട്ടുകടയിലൊക്കെ മേടിച്ച് കഴിക്കാൻ പറ്റുമോ. അന്ന് നടന്നിട്ടില്ല, നമ്മുടെ വീട്ടിൽ നിന്ന് ഇതുപോലെ രാത്രിയൊന്നും കൊണ്ടുപോയിട്ടില്ല. സോ എൻ്റെ ഈ ഒരു ഡ്രീം ഞാനങ്ങ് ഫുൾഫിൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ സത്യത്തിൽ ഒരു 6 ദോശ കഴിച്ച് കാണും. ആക്ച്വലി ഷവായി കഴിക്കാൻ പോകുമെന്നും പറഞ്ഞ് പ്ലാൻ ചെയ്തതാണ്. പക്ഷേ ദോശ കഴിച്ച് ദോശ കഴിക്കാമെന്ന് വിചാരിക്കും. ഇനി ഇവിടെ നിന്ന് കഴിക്കാമെന്ന് വിളിച്ചു. നമ്മൾ ദോശയും വടയൊക്കെ കഴിച്ചിട്ട് പതുക്കെ വീട്ടിലോട്ട് പോകാമെന്നും പറഞ്ഞ് ഇറങ്ങുമായിരുന്നു. എന്നിട്ട് നമ്മൾ വഴിയിൽ പോകുന്ന സമയത്തൊക്കെ എണ്ണിക്കൊണ്ടാണ് പോയി എത്ര ദോശ കഴിച്ചു, എത്ര വട കഴിച്ചു എന്നൊക്കെ. ഒരു ദിവസം വൈകുന്നേരം അങ്ങോട്ട് ഇറങ്ങി ഫുഡാണ്. പപ്സി 6 ദോശ 5 വട 2 ഓംലെറ്റ്. അതിന് ശേഷം ഇത് കഴിക്കുന്നു. പപ്സിയുടെ വായി മാത്രമല്ല പോയത്, ആ വയറിലും പോയില്ലേ? ഇല്ല. പിന്നെ പുള്ളിങ്ങ നല്ല പുള്ളിങ്ങ. നമ്മൾ സത്യത്തിൽ ദോശ തിന്നതിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി ഒരു ജ്യൂസ് കുടിക്കാമെന്ന് പറഞ്ഞാൽ കയറിയത്. പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്കൊരു ഷവർമയും കൂടി അങ്ങ് കഴിച്ചു. സത്യം പറഞ്ഞാൽ ഇന്നൊരു ഫുഡ് മയമായിരുന്നു. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം വീട്ടിലോട്ട് പോകുമായിരുന്നു. സോ അൻറ്റിൽ ദ നെക്സ്റ്റ് വീഡിയോ, ബൈ.